ഹായ്, അപ്പൊ നമ്മൾ ലൂസിയെ കുളിപ്പിക്കാൻ പോവാട്ടന്ന്. ഭയങ്കര നമുക്ക് കുളിപ്പിച്ചാലോ? ലൂസി നിന്നെ കുളിപ്പിക്കാൻ പോവാട്ടാ. വാട്, നമുക്ക് മുകളിൽ കയറൂ. നമുക്ക് കുളിപ്പിച്ചാലോ? നിക്കടോ, അതൊക്കെ വെള്ളം വെച്ചോ. ലൂസിയെ മാത്രം കുളിപ്പിക്കാൻ വന്നപ്പോ അവിടെ ലൂണ കടന്ന് കത്തുണ്ട് കേട്ടോ. അല്ലേ ലൂസി? തണുക്കുണ്ടോടി? നല്ല തണുപ്പുണ്ട്, ഇന്നലെ മഴ പെയ്തോണ്ടേ. അല്ലേ ലൂസി? നമ്മളൊന്ന് പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്താണ് കേട്ടോ. അത്യാവശ്യം നല്ല മണമുണ്ട്. പക്ഷെ എത്രത്തോളം ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റുമെന്നുള്ള അറിയില്ല, എന്നാലും നല്ല മണമുണ്ട്. അല്ലേ ലൂസി? ഇഷ്ടപ്പെട്ടോടി? നമ്മൾ ഒരിക്കലും വേണ്ട കുഞ്ഞ് തേക്കണ്ട, അച്ഛ തേക്ക കേട്ടോ. നമ്മൾ മെയിനായിട്ട് ഈ കയ്യിലോ കാലിലോ മുറിവൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കുളിപ്പിക്കാൻ വരികയാണെങ്കിൽ അവിടെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം മാത്രം വരുന്നതാണ് നല്ലത്. എന്താന്ന് വെച്ചാൽ ഇവർ ചിലപ്പോൾ അവിടെ ആ മുറിവിലൊക്കെ നക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പേവിഷബാധയ്ക്കുള്ള സാധ്യതയും കൂടും. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആ കപ്പം തരൂ. ആ ഇത് മതി. അല്ലേ ലൂസി? എന്താടോ, നമ്മുടെ ലൂസി കുളിപ്പിക്കുമ്പോൾ സൈലന്റ് ആണ് കേട്ടോ, ഒരു പ്രശ്നം ഉണ്ടാക്കാറില്ല. നമ്മൾ നിർത്തി അവിടെ തന്നെ മര്യാദയ്ക്ക് നിന്നോളും. അവർക്ക് കുളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഏകദേശം കുളിപ്പിക്കുകയാണെങ്കിലൊക്കെ ഉച്ച സമയത്തൊക്കെ കുളിപ്പിക്കാറുള്ളൂ. ഭയങ്കര മേലെ വെള്ളം ഒഴിക്കരുത്. നോ, കല്ല് മാത്രമോ? അപ്പം നമ്മൾ കുളിപ്പിക്കാൻ വരണമെന്ന് പറഞ്ഞപ്പോൾ അവള് കൂടെ വന്ന കേട്ടോ. നമ്മളെല്ലായിടത്തും നല്ലപോലെ പതപ്പിച്ചിട്ട് അവിടെ മെയിനായിട്ട് കുളിപ്പിക്കുമ്പോൾ നമ്മൾ 10-15 ദിവസം കൂടുമ്പോഴേക്കേ കുളിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ മേലെ ചെള്ളൊക്കെ ഉണ്ടോ നന്നായിട്ട് നോക്കണം. വല്ല ടിക്സൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ എന്താണെന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഈ സ്പോട്ട് ഓൺ പോലെയുള്ള സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് അതിനെയൊക്കെ കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ചെള്ളുപനിയൊക്കെ വരാനുള്ള സാധ്യത കൂടും. അതുപോലെ ഈ ചെവിയുടെ ഭാഗങ്ങൾ ഇവിടെയൊക്കെ നല്ലപോലെ വാഷ് ചെയ്യണം. പക്ഷെ ചെവിയുടെ അകത്ത് വെള്ളം കയറാത്ത നിലയിൽ വേണം നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതുപോലെ നമ്മൾ അതുപോലെ നമ്മൾ തുടയ്ക്കുന്ന സമയത്തും ഇവരുടെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അവിടെ ഉറുമ്പുണ്ടോ നിഷ? ഒന്ന് എടുത്തു കൊടുക്കുമോ? പൈങ്കുവിന് ഉറുമ്പ് കടിച്ചു കൂട്ടാ. നമ്മുടെ പൈങ്കിലെ ഉറുമ്പ് കടിച്ചു ലൂസി. ലൂസി എന്നെ നക്കല്ലടി. ലൂസി എന്നെ നക്കാൻ നോക്കിയതാട്ടോ. ഇവർ മെയിനായിട്ട് ഈ സോപ്പ് നക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ നക്കുന്ന ഭാഗങ്ങൾ ഏറ്റവും ലാസ്റ്റ് തേക്കുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ ഇങ്ങനെ ഈ തലയുടെ സൈഡിൽ ഒരു ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ട് നമ്മളുടെ സൈഡിലേക്ക് ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ മാക്സിമം നക്കാതിരിക്കാനൊക്കെ നോക്കാം. അല്ലേ ലൂസി? ലൂസിന്റെ മേലെ അത്യാവശ്യം നല്ല ചളിയുണ്ട്. അയ്യോ ഇത് വേണ്ട പൈങ്കു, മാറും. പൈങ്കു മാറും. അതിന് മേലെ എന്നെ ഒഴിക്കല്ലേ, അച്ഛൻ സോപ്പ് തേച്ച് കഴിഞ്ഞിട്ടില്ല. ഇടയിൽ ഡിസ്റ്റർബ് ചെയ്യാൻ വരികയാണ് പൈങ്കു. ലൂസി നിന്നെ കുളിപ്പിക്കാൻ അയക്കുന്നില്ല കേട്ടോ പൈങ്കു. നമുക്ക് പൈങ്കുവിന് ഒരു കടി കൊടുത്താലോ? കൊടുക്കണോടി? ലൂസി വെളുത്ത് ചന്തക്കാരിയാവുണ്ടല്ലോ. കുറച്ച് ഇങ്ങോട്ട് തിരിയടി ലൂസി. ഇവിടെയൊക്കെ ഒന്ന് കഴുകി കൊടുത്തേ. ആ അച്ഛയൊക്കെ കഴുകുണ്ട്. പൈങ്കു എന്റെ മേലെ വെള്ളം ഒഴിക്കരുത്. നോ, പൈങ്കു എന്നെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കാട്ടാ. ഈ കുഞ്ഞിനെ ഉള്ളിൽ വിട്ടിട്ടേ കുളിപ്പിക്കാൻ വരാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലായി. അല്ലേ പൈങ്കു? തന്നെ ഇനി ഞാൻ ലുലുവിനെ കുളിപ്പിക്കുമ്പോൾ കൊണ്ടുവരില്ല കേട്ടാ. അങ്ങനെയാണെങ്കിൽ കേട്ടോ. അല്ലേ ലൂസി? ഇവരെ പൈങ്കുവിനെ കൊണ്ടുവരണ്ട അല്ലേ? കൊണ്ടുവരണോ ലൂസി? ലൂസിനോ?
നമുക്ക് ഇവരുടെ ഈ സൈഡൊക്കെ നല്ലപോലെ ഹെയർ ഉണ്ട്. അപ്പം നന്നായിട്ട് ഇവിടെ ഭയങ്കര പൊഴിക്കരുതട തങ്ങോ. ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഭയങ്കു? അപ്പം അതുപോലെ നമ്മൾ ഈ സ്കിന്നിൽ വല്ല ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണം ഈ സമയത്ത്, കുളിപ്പിക്കുന്ന സമയത്ത് നല്ലപോലെ. അതല്ലാണ്ട് കോമ്പ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ കുളിപ്പിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്തെടുത്ത് നോക്കുന്നൊരു സംഭവം. ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അതും ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളെവിടെയൊക്കെ കുളിക്കുമ്പോഴത്തേക്കും അതുപോലെ തന്നെ അവർ നന്നായിട്ട് തന്നെ കുളിപ്പിക്കണം. അതല്ലെങ്കിൽ അവർക്ക് സ്കിൻ ഡിസീസൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലേ ലൂസി? തലയിൽ നക്കണ്ടടി. അതുപോലെ ഈ നഖത്തിൻ്റെ ഇടയിലൊക്കെ ഇവിടെയൊക്കെ നല്ല ചെളി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് വിടണം. വിരലിൻ്റെ ഇടയിലൊക്കെ ഇല്ലേ അവിടെ, അല്ലേ ലൂസി? ഇവിടെയൊക്കെ ഉണ്ട് നല്ല ചെളിയുണ്ട്. കാരണം അവർ മണ്ണിൽ കൂടി കളിക്കുന്നവരായതുകൊണ്ട് കൂടുതലായിട്ട്. ഇപ്പോൾ വീടിനകത്തൊക്കെ വളർത്തുന്നവരുടെ ആണെങ്കിൽ ഇത്രയും വലിയ ചെളി ഉണ്ടാവില്ല അവരുടെ മേലെ. നമ്മൾ പുറത്ത് വിടുന്നതും കുളത്തിലൊക്കെ പോയിട്ട് ഇറങ്ങുന്നതൊക്കെ കൊണ്ട് നല്ലപോലെ ചെളി ഉണ്ടാവും. അപ്പോൾ കുളിപ്പിക്കുന്ന സമയത്ത് നല്ലപോലെ തേച്ച് കുളിപ്പിച്ചാൽ മാത്രമേ ഇവരുടെ ചളിയൊക്കെ പോവുള്ളൂ. അതുപോലെ തന്നെ വാലിൻ്റെ ഈ ഏരിയയിലൊക്കെ മുറിവിനൊക്കെ ചാൻസ് കൂടുതലാണ്. കാരണം വലിയ ചെള്ളോ മറ്റുണ്ടെങ്കിൽ ഇവിടെയൊക്കെയാണ് ഇവർ ഏറ്റവും കൂടുതൽ നക്കിയിട്ട് അതിനെയൊക്കെ കേടുവരുത്തുക. പിന്നെ ഇവിടെ ഹെയർ കട്ട് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അന്ന് കുറച്ച് ഹെയർ കട്ട് ചെയ്ത് വിടുന്നത് നല്ലതാണ്. ഇന്നത്തെ ലൂസിയുടെ പൊളിസീനാണ് നമ്മളിന്ന് കാണിക്കുന്നത്, അല്ലേ ലൂസി? പിന്നെ ഡോഗിനെ കുളിപ്പിക്കുന്നവർക്ക് അറിയാം അതിനെ കുളിപ്പിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്, എത്ര ദിവസം കൂടുമ്പോൾ കുളിപ്പിക്കാതിരുന്നാലുള്ള പ്രശ്നം എന്താണെന്നുള്ളതൊക്കെ. പ്രത്യേകിച്ച് വേനൽക്കാലത്തേക്കൊന്നും നല്ലപോലെ കുളിപ്പിക്കണം. അതിപ്പോൾ വേനൽക്കാലം ആണെങ്കിൽ കൂടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ ഉണ്ട് ഇവിടെ. ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് മഴയത്ത് ഇറങ്ങി അത് കഴിഞ്ഞ് അവരുടെ മേലെ ചളിയാവും. ചിലപ്പോൾ മണ്ണിലൊക്കെ കിടന്ന് ഉരുളാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചളി ഇവരുടെ മേലേക്ക് നല്ല പോലെ ഉണ്ട്. പക്ഷെ ഒരു പരിധിവരെ ഇങ്ങനെയൊക്കെ വളർത്തുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ കൂടെ ഇവർക്ക് കിട്ടാറുണ്ട്, അല്ലേ ലൂസി? ഉണ്ട് ലൂസിയുടെ കളർ കണ്ട, ഇതാണ് ആക്ച്വൽ ലൂസിയുടെ കളറ്, അല്ലേ ലൂസി? ലൂണ അവിടെ കിടന്ന് കത്തുണ്ട് കേട്ടോ, അവളെ കൊണ്ടുവരാത്തതിന്. അപ്പം നമ്മൾ ഇവളെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇനി ലൂണയെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുവരും. അപ്പം ആ വീഡിയോ നമുക്ക് ഇനി ഒരു ദിവസമായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലേ ലൂസി? ലൂസി ഒന്ന് അങ്ങോട്ട് തിരിയിട്ട് വെള്ളമാക്കിയോ? താനിപ്പോൾ ഇങ്ങോട്ട് ഇവിടെ എന്തിനു വന്നതാ? തനിക്ക് കളിക്കാനാണോ ലൂസിയെ കുളിപ്പിക്കാനാണോ? അതാണ് കാര്യം. ലൂസി നിന്നെ കുളിപ്പിക്കാനല്ല കേട്ടോ. ഇവളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് കുളിക്കണം അവസ്ഥയായി, അല്ലേ ലൂസി? ഇപ്പോൾ ലൂസിയുടെ മേലെ സോപ്പ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സോപ്പ് ഉപയോഗിക്കുന്നവർക്ക് സോപ്പ് ഉപയോഗിക്കാം, ഷാമ്പു ഉപയോഗിക്കുന്നവർക്ക് ഷാമ്പു ഉപയോഗിക്കാം. ഞാൻ മുമ്പ് ഷാമ്പു ഉപയോഗിച്ചതാണ്, സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഷാമ്പൂലാകുമ്പോൾ പെട്ടെന്ന് തേച്ച് കഴിയും. ഇത് പതയാനുള്ളൊരു ടൈം എടുക്കും. പക്ഷേ ഈ സോപ്പ് അത്യാവശ്യം നന്നായിട്ട് പതയുണ്ട് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഹിമാലയൻ്റെ ഒരു സോപ്പായിരുന്നു യൂസ് ചെയ്തിട്ടായിരുന്നത്. ഇപ്പോൾ ഇതൊരു വെൽവെറ്റ് ടച്ച് എന്ന് പറഞ്ഞൊരു സോപ്പാണ്. ഇത് നല്ല സ്മെല്ലുണ്ട്, നല്ല രസമൊക്കെ ഉണ്ട്. ഏകദേശം ലൂസിയുടെ ബോഡിയിൽ ഫുള്ള് സോപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്കൊന്ന് തേച്ച് കഴുകാം കേട്ടോ. ലൂസിയുടെ ചളി പോകുന്നത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കണ്ടോ, അത്യാവശ്യം നല്ല ചെളിയുണ്ട് അവളുടെ മേലെ. ഭയങ്കര കണ്ട ചളിയുള്ളതൊക്കെ. പെങ്ക് കണ്ടോടാ ചളി? ലൂസിയുടെ മേലിന് ചളി വെള്ളമൊക്കെ പോകുന്ന കണ്ടോ? ലൂസി അത്യാവശ്യം കളർ വെച്ചു കേട്ടോ ഗൈസ്. ആണോ? ലൂണ അവിടുന്ന് സിഗ്നൽ കൊടുത്തു കുരയ്ക്കുന്നതിൻ്റെ. ലൂസിയും കുറച്ച് തുടങ്ങി.
നമ്മുടെ ലാബൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുരയ്ക്കും. ലൂസി വേണ്ടടാ. അതിലൊരു പട്ടി പോയതാട്ടോ, അതിന് കുറച്ചാണ്. അതുപോലെ അറിയാത്ത ആൾക്കാർ, പരിചയമില്ലാത്ത ആൾക്കാർ വരുമ്പോൾ നമ്മുടെ പിള്ളേർ നന്നായിട്ട് കുരയ്ക്കാറുണ്ട്. നമുക്ക് അത്യാവശ്യം ഗാർഡ് ഡോഗ് തന്നെയാണ് അവർ. അല്ലേടി ലൂസി? സാമ്പാറാണ്. സാമ്പാറിൽ വെള്ളം ഒഴിക്കോടോ? പക്ഷെ ഇവിടെ അകത്ത് വെള്ളം പോകാത്ത രീതിയിൽ വേണം നമ്മളിതുപോലെ ചെയ്യാനായിട്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് തുടച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ അവരുടെ മേലെ. ഇപ്പം മഴയില്ലെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി. ഇതിപ്പോൾ മഴയൊക്കെയുള്ള സമയമായതുകൊണ്ട് നന്നായിട്ട് തുടച്ചു കൊടുക്കണം. പൈങ്കുനോ ഏകദേശം ഇവളെയൊക്കെ കുളിപ്പിക്കാനായിട്ട് ഇത്രയും ഒരു 10-40 ലിറ്റർ വെള്ളം വേണ്ടി വരും. അല്ലേ ലൂസി? ലൂസിയുടെ കുളി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ലൂസിക്കുട്ടൻ്റെ കുളി കഴിഞ്ഞു. ഇനി ലൂസിക്കുട്ടനെ ഒന്ന് തുടച്ച് വിടണം കേട്ടോ. ഇവരുടെ ബോഡിയിലെ ഫുൾ വെള്ളവും. ലൂണെ കുളിപ്പിക്കണം. അതെ, ലൂണ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലൂസിയെ കുളിപ്പിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ലൂണെ കുളിപ്പിക്കാൻ പോവാണ്. അതിന് മുമ്പ് വെള്ളയൊന്ന് തുടച്ച് വിടണം. ഈ ഹെയറൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് തുടച്ച് വിടണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ലൂസിയുടെ കുളിക്കുന്ന വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു പറയും ലൂസി. താങ്ക് യു.